വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലെറ്റ്സ് റിവൈൻ സെക്ഷനിലുള്ള 1-2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ടു ശ്രീകാന്ത് ബൊല്ല, അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ശേഷം സമ്മറി. ഇത്രയും കാര്യങ്ങൾ ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. 1-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഇവിടെ ലഭ്യമാണ്. അതിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് വേണ്ടതെങ്കിൽ 10-ാം ക്ലാസ്സിനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെസൺസും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ അവിടെ ലഭ്യമാണ്. സോ നമുക്ക് സമയം കളയാതെ നേരെ വീട്ടിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഡസ് ശ്രീകാന്ത് സേ ദാറ്റ് his parents were the richest couple in the world? ശ്രീകാന്ത് ബൊല്ല എന്തുകൊണ്ടാണ് തൻ്റെ പാരൻസ് ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിളാണ് എന്ന് വിളിക്കാൻ കാരണം? അതിന് ആൻസർ വളരെ ഷോർട്ടായിട്ടാണ് ആൻസേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ശ്രീകാന്ത്സ് പാരൻസ് were rich not on account of money. ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ്, പണം കൊണ്ടല്ല അവർ റിച്ച് ആണെന്ന് ഇയാൾ പറയാൻ കാരണം. ബട്ട് ബിക്കോസ് ഓഫ് ദ കെയർ ആൻഡ് ലവ് they have towards ശ്രീകാന്ത്. എന്നാൽ ശ്രീകാന്തിനോട് അവർക്കുള്ള സ്നേഹം, അതുപോലെ തന്നെ കെയർ, പരിഗണന, ആ ഒരു കരുതൽ, ഇതുകൊണ്ടൊക്കെയാണ് അവർ റിച്ച് ആണെന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ശ്രീകാന്ത്സ് ഫാദർ ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ വുഡ് ബി ഹിസ് പാത്ത്? ശ്രീകാന്തിൻ്റെ വഴി എഡ്യൂക്കേഷനിലൂടെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ചിന്തിക്കാനുണ്ടായ കാരണം എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ: since Srikanth was blind and had short legs. ശ്രീകാന്ത് ബ്ലൈൻഡ് ആയിരുന്നു, കണ്ണ് കാണില്ലായിരുന്നു, അതുപോലെ തന്നെ ഷോർട്ട് ലെഗ്സും ആയിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ സിൻസ് എന്ന് കണ്ടല്ലോ, സിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം ബിക്കോസ് എന്നാണ്. ഹിസ് ഫാദർ റിയലൈസ്ഡ്, അദ്ദേഹത്തിൻ്റെ ഫാദറിനെ തിരിച്ചറിഞ്ഞു. ഹി വുഡിൻ ഫിറ്റ് ഇൻ ടു ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. പരമ്പരാഗത കൃഷി രീതിയുമായിട്ട് അവന് ആ ജോലിയിൽ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഫാദറിന് മനസ്സിലായി. എഡ്യൂക്കേഷൻ ഹാഡ് ടു ബി ഹിസ് പാത്ത്. ഇനി വിദ്യാഭ്യാസമായിരിക്കും അവൻ്റെ വഴി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതാണ് കാരണം. ഇനി സി, ക്വസ്റ്റ്യൻ ലെറ്റർ സി: ഹൗ ഡിഡ് ശ്രീകാന്ത് എക്സൽ ആസ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്? ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിൽ ശ്രീകാന്ത് എങ്ങനെയാണ് എക്സലൻ്റ് ആയത്? എൻ്റെ ആൻസർ: സ്റ്റഡിങ് ഇൻ എ സ്പെഷ്യൽ സ്കൂൾ ബൂസ്റ്റഡ് ശ്രീകാന്ത്സ് കോൺഫിഡൻസ്. സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചത് ശ്രീകാന്തിൻ്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ബൂസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അപ്പോൾ വർദ്ധിപ്പിക്കലാണ് ബൂസ്റ്റഡ്. ഹി എക്സൽഡ് ഇൻ അക്കാഡമിക്സ്. പഠനത്തിൽ അവൻ എക്സലൻ്റ് ആയി. ഹി ഏൺഡ് ടോപ്പ് റാങ്ക്സ് വാങ്ങിക്കൂട്ടി. ആൻഡ് റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്. ക്രിക്കറ്റിലും ചെസ്സിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഡി, ശ്രീകാന്ത് സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വിഷ്വലി ഇംപെയർഡ് ബട്ട് വിഷ്വലി ചാലഞ്ച്ഡ്. വൈ? ശ്രീകാന്ത് പറയുന്നുണ്ട് താൻ വിഷ്വലി ഇംപെയർഡ് അല്ല, ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ്, വിഷ്വലി ഡിസേബിൾഡ് അല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ വിഷ്വലി ചാലഞ്ച്ഡ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ശ്രീകാന്ത് സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വിഷ്വലി ഇംപെയർഡ് ബട്ട് വിഷ്വലി ചാലഞ്ച്ഡ് ബിക്കോസ് എന്താ കാര്യം? ദ ഫ്രേസ് വിഷ്വലി ഇംപെയർഡ് ഹാസ് സം പെജോറേറ്റീവ് അണ്ടർടോൺ ഇൻ ഇറ്റ്. വിഷ്വലി ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പെജോറേറ്റീവ്, നെഗറ്റീവ് അണ്ടർടോൺ എന്ന് പറഞ്ഞാൽ ഇന്നർ മീനിങ് ഉണ്ട്. സോ നെഗറ്റീവ് ഇന്നർ മീനിങ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ പെജോറേറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, അണ്ടർടോൺ എന്ന് പറഞ്ഞാലോ ഇന്നർ മീനിങ്. അപ്പോൾ അതുണ്ട്, അതിൽ അകത്തുണ്ട്. അതായത് കഴിവില്ലാത്തവനാണ് താണെന്നൊരു ഇത് വരും. ഓൾദോ ഹി ഈസ് ബ്ലൈൻഡ് ആണെങ്കിലും ഹി തിങ്സ് ദാറ്റ് ഹി ഈസ് നോട്ട് ഡിസേബിൾഡ്. അയാൾ ഡിസേബിൾഡ് അല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സോ ഹി ക്യാൻ എക്സൽ ഇൻ മെനി തിങ്സ് ലൈക്ക് അതേഴ്സ്. കണ്ണുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും, ഉദാഹരണം പഠനം പോലുള്ള പല കാര്യങ്ങളും ഇവനും വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സോ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വിഷ്വലി ഇംപെയർഡ് അല്ല, പക്ഷെ വിഷ്വലി ചാലഞ്ച്ഡ് ആണ് എന്ന് പറഞ്ഞത്. ഈ ഹൗ ഡിഡ് ശ്രീകാന്ത് ഓവർകം ദ ഒബ്സ്റ്റക്കിൾസ് ഇൻ പെർസ്യൂയിങ് ഹിസ് സ്റ്റഡീസ് ഇൻ സയൻസ്? ഓവർകം മറികടക്കുക. ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ശ്രീകാന്ത് തടസ്സങ്ങൾ മറികടന്നത്? എന്തിൽ? ഇൻ പെർസ്യൂയിങ് ഹിസ് സ്റ്റഡീസ്. പെർസ്യൂ, ഫോളോ, അതായത് നമ്മളിപ്പോൾ ഡിഗ്രി പഠിക്കുകയാണെന്ന് പറയുമ്പോൾ ഈസ് പെർസ്യൂയിങ് BA ഇംഗ്ലീഷ് എന്തെങ്കിലും അങ്ങനെ പറയാം. സോ ഇവിടെ പെർസ്യൂയിങ് ഹിസ് സ്റ്റഡീസ് ഇൻ സയൻസിലുള്ള അദ്ദേഹത്തിൻ്റെ പഠനം,
അതിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നല്ലോ, അതിനെങ്ങനെയാണ് അദ്ദേഹം തരണം ചെയ്തത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ശ്രീകാന്ത് സ്യൂഡ് ദ ഗവൺമെൻറ്. ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്യൂഡ് എന്ന വേർഡ്. സോ സ്യൂഡ് ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, സ്യൂഡ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയി, എതിരെ എന്തെങ്കിലും ഓർഗനൈസേഷനെതിരെ ഗവൺമെൻറ്റിനെതിരൊക്കെ എന്താണ് നിയമപരമായിട്ട് എതിരെ മുന്നോട്ട് പോയി. സോ അതാണ് സ്യൂഡ് ദ ഗവൺമെൻറ്റിനെതിരെ മുന്നോട്ട് പോയി. ബിക്കോസ് ഹി വാസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് സയൻസ്. ഓപ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂസ്, സയൻസ് എടുക്കാൻ അനുവദിക്കാത്തത് കൊണ്ട്. സബ്സിക്വൻ്റ്ലി ശേഷം, ലേറ്റർ എന്നാണ് അർത്ഥം. ഹി വൺ ദ ലീഗൽ ബാറ്റിൽ, നിയമയുദ്ധം അയാൾ ജയിച്ചു. ആൻഡ് സ്റ്റഡിഡ് സയൻസ്, അങ്ങനെ സയൻസ് പഠിച്ചു. ഇനി എഫ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടു ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് വെൻ ബൊല്ല വാസ് എ സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ. ബൊല്ല ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് സമൂഹത്തിന് ഡിസേബിൾഡായ സ്റ്റുഡൻസിനോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ഹൗ ഡിഡ് ഹി ഹെൽപ്പ് ടു ചേഞ്ച് ദ സിറ്റുവേഷൻ? ആ സിറ്റുവേഷനെ ഇല്ലാതാക്കാൻ ബൊല്ല എന്ത് ചെയ്തു? ആൻസർ നോക്കാം. വെൻ ബൊല്ല വാസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ്, ബൊല്ല ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഹി വാസ് നെഗ്ലക്റ്റഡ്, അദ്ദേഹം തഴയപ്പെട്ടു, മറ്റുള്ളവർ അദ്ദേഹത്തെ ഒഴിവാക്കി, മാറ്റി നിർത്തി. ആൻഡ് ഐസൊലേറ്റഡ്, ഒറ്റപ്പെടുത്തി. ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ്, ഇന്ന കാരണം കൊണ്ട്. എന്തായിരുന്നു കാരണം? ഹിസ് ബ്ലൈൻഡ്നെസ്, അദ്ദേഹത്തിൻ്റെ അന്ധത. ഹി വാസ് മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്, അവസാനത്തെ ബെഞ്ചിൽ കൊണ്ടുപോയിരുത്തി. ആൻഡ് എക്സ്ക്ലൂഡഡ് ഫ്രം സ്കൂൾ ആക്ടിവിറ്റീസ്, സ്കൂൾ ആക്ടിവിറ്റീസിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. സൊസൈറ്റി ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് നെഗ്ലിജൻസ് ആൻഡ് ഇൻഡിഫറൻസ്. സമൂഹം അദ്ദേഹത്തെ നോക്കിയത് എങ്ങനെയാണ്? വിത്ത് നെഗ്ലിജൻസ്, മൈൻഡ് ചെയ്യാതെ, ആൻഡ് ഇൻഡിഫറൻസ്, താല്പര്യമില്ലാതെ. ഇൻഡിഫറൻസ് എന്നാൽ താല്പര്യമില്ലായ്മ, അങ്ങനെയാണ്. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഓവർകെയിം ഒബ്സ്റ്റക്കിൾസ്, കഠിനാധ്വാനം ചെയ്തു അദ്ദേഹം, എന്നിട്ട് തടസ്സങ്ങളെ മറികടന്നു. ലേറ്റർ ഹി സെറ്റ് അപ്പ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടി. ശേഷം എന്താണ്, MIT യൂസിലൊക്കെ പോയി പഠിച്ചു, പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി, ബോളൻ ഇൻഡസ്ട്രീസ് ആരംഭിച്ചു. ഇനി ജി നോക്കാം. വൈ ഡിഡ് ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ ഇൻസ്റ്റെഡ് ഓഫ് പെർസ്യൂയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ ഇൻ ദ USA? അമേരിക്കയിലെ കോർപ്പറേറ്റ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പെർസ്യൂ ചെയ്യുന്നതിന് പകരം ശ്രീകാന്ത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്? ആൻസർ, ശ്രീകാന്ത് റിട്ടേൺഡ് ടു ഇന്ത്യ ടു സോൾവ് ദ പ്രോബ്ലംസ് ദാറ്റ് ഹി വൺസ് ഹാഡ് ഫേസ്ഡ്. താൻ ഒരിക്കൽ നേരിട്ട പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ, സോൾവ് ചെയ്യാനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. ലേറ്റർ ഹി സെറ്റ് അപ്പ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. ശേഷം ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കി. ഇനി എച്ച്, വാട്ട് ഡു യു തിങ്ക് ദ വേർഡ് റീഇൻറ്റഗ്രേറ്റ് മീൻസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആ ഒരു കോണ്ടെക്സ്റ്റിൽ റീഇൻറ്റഗ്രേറ്റ് എന്നുള്ള വേർഡ്, ടു മേക്ക് ഹോൾ അഗെയിൻ എന്നൊക്കെ കാണാം, അതിൻ്റെ മീനിങ് അടിച്ചു നോക്കിയാൽ. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ഏത് മീനാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്? സോ ടു ബ്രിങ് ബാക്ക്, തിരികെ കൊണ്ടുവരിക, ഓർ റീഇൻക്ലൂഡ്, വീണ്ടും ഉൾപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് റീഇൻറ്റഗ്രേറ്റിൻ്റെ മീനിങ്. ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും അത് പല ആസ്പെക്റ്റിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് ഒരേ മീനിങ് ആൻസർ തന്നെ ഇതിന് വരണം എന്നില്ല. അതൊരു പേഴ്സണൽ ലെവലിൽ സബ്ജക്റ്റീവാണ്. കുറച്ച് നമ്മളെ തോട്ട് പ്രോസസ്സിനനുസരിച്ച് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം ഈ ആൻസറിൽ നിന്നും വ്യത്യസ്തമായേക്കാം മറ്റൊരാൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ എന്ന് കൂടെ സൂചിപ്പിക്കുന്നു. ഇനി ലെറ്റ്സ് റിവൈൻഡ് സെക്ഷൻ. പേജ് നമ്പർ 50 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് were the challenges ശ്രീകാന്ത് faced in his education? ശ്രീകാന്ത് പഠിക്കുന്ന സമയത്ത് അവൻ നേരിട്ട ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തെല്ലാം? ആൻഡ് ഹൗ ഡിഡ് ഹി ഓവർകം ദം? അവയെ എങ്ങനെയാണ് അദ്ദേഹം മറികടന്നത്? ഇതൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ തന്നെ അതിൻ്റെ സമ്മറിലൊക്കെ ഇതിന് ആൻസർ പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ. വെൻ ബൊല്ല വാസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ്, ബൊല്ല ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഹി വാസ് നെഗ്ലക്റ്റഡ്, അവൻ തഴയപ്പെട്ടു. ആൻഡ് ഐസൊലേറ്റഡ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്, അന്ധത കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഹി വാസ് മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച് ആൻഡ് എക്സ്ക്ലൂഡഡ് ഫ്രം സ്കൂൾ ആക്ടിവിറ്റീസ്, അവസാനത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തി സ്കൂൾ ആക്ടിവിറ്റീസ് നിന്ന് പുറത്താക്കി. സബ്സിക്വൻ്റ്ലി ശേഷം ഹി വാസ് ഷിഫ്റ്റഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്, സ്പെഷ്യൽ സ്കൂൾ ഹൈദരാബാദിൽ സ്പെഷ്യൽ സ്കൂളിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി. ആൻഡ് സ്കോർഡ് മോർ ദാൻ 90% ഇൻ ഗ്രേഡ് 10, 10ാം ക്ലാസ്സിൽ 90% കൂടുതൽ അദ്ദേഹം മാർക്ക് സ്കോർ ചെയ്തു. വെൻ ഹി വാസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് സയൻസ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ. ബട്ട് ഹി വാസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് സയൻസ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്.
അവിടെ ഒരു കോമ കൊടുക്കുക കേട്ടോ, അങ്ങനെ കോമ കൊടുക്കുക, ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ. എന്നിട്ട് ഹീ സ്യൂഡ് അല്ല ഹീ എച്ച് എന്ത് ചെയ്യുക, സ്മോൾ ലെറ്റർ ആക്കണം, ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഒരു സെയിം സെൻറ്റൻസ് ആണ് വരുന്നത്, ഫുൾ സ്റ്റോപ്പ് അവിടെ വരുന്നില്ല. സോ ഹീ സ്യൂഡ് ദ ഗവൺമെൻറ് ആൻഡ് വൺ ദ ലീഗൽ ബാറ്റൽ. അപ്പം ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോയി ആ നിയമയുദ്ധം ജയിച്ചു. ലേറ്റർ ശേഷം ഹി സ്കോർഡ് 98% ഇൻ എക്സാംസ്. പരീക്ഷയിൽ +2 98% അദ്ദേഹം പാസ്സായി, മാർക്കോട് കൂടി. വെൻ ഹി ഹോപ്ഡ് ടു സ്റ്റഡി ഇൻ എനി IIT ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏതൊരു IITയിൽ പഠിക്കാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ ഹി വാസ് നോട്ട് പെർമിറ്റഡ് ടു റൈറ്റ് ദ കോമ്പറ്റേറ്റീവ് എക്സാം ഡ്യൂ ടു ഇമ്പയർമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റി കാരണം, അന്ധത കാരണം കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പറ്റില്ല എന്നും IITയിൽ അഡ്മിഷൻ കിട്ടില്ലെന്നും പറഞ്ഞു. ബട്ട് ഹി അപ്ലൈഡ് ഫോർ MIT ഇൻ ദ USA MITയിലേക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തു. ആൻഡ് ദേ ആക്സെപ്റ്റഡ് ഹിസ് അപ്ലിക്കേഷൻ. അത് അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ ബൊല്ല ഓവർകെയിം ഓൾ ദ ചാലഞ്ചസ്. എല്ലാ ചാലഞ്ചും അവൻ മറികടന്നു. ബൊല്ല ഓവർകെയിം ഓൾ ദ ചാലഞ്ചസ് ഹി ഫേസ്ഡ്. അവൻ നേരിട്ട എല്ലാ ചാലഞ്ചും എന്ത് ചെയ്തു? ബൊല്ല ഓവർകം ചെയ്തു, മറികടന്നു. വിത്ത് പേഴ്സിവറൻസ്, എന്താ പറയുക, പേഴ്സിവറൻസ് സ്ഥിരോത്സാഹം, വീണ്ടും പരാജയപ്പെട്ടിട്ടും നിരന്തര പരിശ്രമത്തിലൂടെ അതിനെ മറികടന്നു. വിത്ത് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടെ, ആൻഡ് ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മോട്ടിവേറ്റഡ് ശ്രീകാന്ത് ടു റിട്ടേൺ ടു ഇന്ത്യ? ഇന്ത്യയിലേക്ക് തിരികെ വരാൻ ശ്രീകാന്തിനെ മോട്ടിവേറ്റ് ചെയ്തത് എന്താണ്? വാട്ട് ഡിഡ് ഹി ഡു ഓൺ ഹിസ് റിട്ടേൺ? തിരികെ വന്നപ്പോൾ അവൻ ചെയ്ത കാര്യം എന്താണ്? ശ്രീകാന്ത് റിട്ടേൺഡ് ടു ഇന്ത്യ ടു സോൾവ് ദ പ്രോബ്ലംസ് ദാറ്റ് ഹി വൺസ് ഹാഡ് ഫേസ്ഡ്. താൻ ഒരിക്കൽ ഒരു വിഷ്വലി ഇമ്പയർഡ് സ്റ്റുഡൻ്റ് ആയ സമയത്ത് സ്കൂളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ സോൾവ് ചെയ്യാനാണ്. മറ്റുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ലേറ്റർ ഹി സെറ്റ് അപ്പ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദി ഡിസേബിൾഡ് ആയവർക്ക് വേണ്ടി ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം അദ്ദേഹം ബിൽഡപ്പ് ചെയ്തു. ഹി സെറ്റ് അപ്പ് ബോളിൻ ഇൻഡസ്ട്രീസ് വിത്ത് ഹിസ് പാർട്ട്ണർ പേര് രവിമന്ദ എന്നാണ് കേട്ടോ. ഓക്കെ, അത് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. ഹി സെറ്റ് അപ്പ് ബോളിൻ ഇൻഡസ്ട്രീസ് വിത്ത് ഹിസ് പാർട്ട്ണർ ടു റീഇൻറ്റഗ്രേറ്റ് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ ടു സൊസൈറ്റി. സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഡിസേബിൾഡായ ആൾക്കാരെ തിരികെ ഇതിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോളൻഡ് ഇൻഡസ്ട്രീസ് അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ശ്രീകാന്ത് ബൊല്ലയോടുള്ള കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വാട്ട് വേർ ദ ചാലഞ്ചസ് യു ഹാവ് ഫേസ്ഡ് ആസ് സ്റ്റുഡൻറ്റ്? ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും എന്തെല്ലാം ചാലഞ്ചുകളാണ് താങ്കൾ നേരിട്ടത്? ഹൗ ഡിഡ് യു ഓവർകം ദം? അവയെ എങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത്? 2, വാട്ട് വേർ ദ ചാലഞ്ചസ് യു ഫേസ്ഡ് ആസ് ആൻ ഓൺട്രപ്രണർ? ഓൺട്രപ്രണർ എന്ന് വായിക്കട്ടോ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ? സംരംഭകൻ. ഒരു സംരംഭകനായിരിക്കെ താങ്കൾ നേരിട്ട ചാലഞ്ചസ് എന്തെല്ലാമാണ്? 3ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വേർ യുവർ മെൻറ്റോസ് ആൻഡ് ഗൈഡ്സ്? മെൻറ്റോസ് എന്ന് പറഞ്ഞാൽ മെൻറ്റേഴ്സ് അല്ല കേട്ടോ, മെൻറ്റോസ് എന്ന് പറയാം. അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, ട്രെയിനർ, അതല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടർ. ഓക്കെ, അതുപോലെ തന്നെ ഗൈഡ്സ് ആരൊക്കെയായിരുന്നു? ഹൗ ഡിഡ് ദേ മോട്ടിവേറ്റ് യു? അവരെങ്ങനെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത്? 4, വാട്ട് വേർ യുവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ് ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ്? പേഴ്സണൽ ലൈഫിൽ ചോദിക്കാം. പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ അവാർഡും അച്ചീവ്മെൻറ്റ് എന്തെല്ലാമാണ്? 5, ഹൗ ഡിഡ് യു റീകോൾ ദ എക്സ്പീരിയൻസസ് യു ഹാഡ് വർക്കിംഗ് വിത്ത് ഡോക്ടർ കലാം? കലാമും ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയൂ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഫീൽ ആസ് എ സോഷ്യൽ ഓൺട്രപ്രണർ? താങ്കൾ സോഷ്യൽ ഓൺട്രപ്രണർ ആണല്ലോ, അതായത് സമൂഹത്തിൽ ഒരു മാറ്റം വരണമെന്ന് കരുതിക്കൊണ്ട് എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്ത ആൾ. അത് ഫീൽ എന്താണ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ഇൻ യുവർ കരിയർ? കരിയറിലെ അടുത്ത ബിഗ് സ്റ്റെപ്പ് എന്താണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ലീവ് ഫോർ ദ ഇന്ത്യൻ യൂത്ത്? ഇന്ത്യൻ യൂത്തിന് നിങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? 8, ഡു യു ഹാവ് എനി സജഷൻ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഉണ്ട്. ഓൺട്രപ്രണർഷിപ്പ്, അത് തന്നെയാണ് അതിൻ്റെ ഉള്ള ആൻസർ അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ടുഡേയ്സ് യൂത്ത് കൾട്ടിവേറ്റ് എ സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? എങ്ങനെയാണ് ഒരു സാമൂഹ്യ ബോധം, സാമൂഹ്യ ഉത്തരവാദിത്തം ഇന്നത്തെ യുവജനങ്ങൾ എങ്ങനെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുക? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൽ us how your family motivated you to achieve greater heights? അപ്പോൾ ഞങ്ങളോട് പറയൂ, എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങളെ വലിയ ഉയർച്ചകൾ താണ്ടാൻ വേണ്ടിയിട്ട്? ഇവിടെ 10 ക്വസ്റ്റ്യൻസാണ് എഴുതിയിട്ടുണ്ട്. എക്സാമിൽ 5 ക്വസ്റ്റ്യനോ 6 ക്വസ്റ്റ്യനോ എത്ര മാർക്കാണോ അത്രയും ക്വസ്റ്റ്യൻസാണ് എഴുതേണ്ടി വരിക. പക്ഷെ എപ്പോഴും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാൻ നോക്കുക.
കാരണം പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ അതിൽ വേർഡ് ഓർഡറൊക്കെ തെറ്റിയിട്ട് മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എഴുതുക. അപ്പോൾ ഞാനിത് ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞ് ശരിയല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതിൻ്റെ സമ്മറിയാണ്, ഒരു ഭാഗം കൂടെ. സോ അതുകൂടെ അതിലേക്ക് നമുക്ക് പോവാം, ശേഷം ഈ വീഡിയോ അവസാനിക്കും. പോയിൻ്റ് ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഒരു റിവ്യൂ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെഗറ്റീവോ പർപ്പസിനൊക്കെ ഈ സമ്മറി ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയിൻ്റ് ആക്കി എഴുതരുത്. അത് പാരഗ്രാഫാക്കി തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. നോക്കാം. The speech titled Breaking Barriers I Will Fly was delivered by Srikanth Bolla, a visually challenged visionary. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പേരിട്ടിട്ടുള്ള ഈ സ്പീച്ച് ഡെലിവർ ചെയ്തത്, സ്പീച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ശ്രീകാന്ത് ബൊല്ലയാണ്. അദ്ദേഹം ആരായിരുന്നു? എ വിഷ്വലി ചാലഞ്ച്ഡ് വിഷണറി എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണമുള്ള ആൾ എന്നാണ് കേട്ടോ. വിഷ്വലി ചാലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായ, അന്ധനായിട്ടുള്ള. ഇനി he speaks about the importance of perseverance, persistence, empathy and social entrepreneurship. ഈ ഒരു ചാപ്റ്ററിൻ്റെ തീംസ് കൂടിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് പേഴ്സിവറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പേഴ്സിവറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയാൽ സ്ഥിരോത്സാഹം എന്ന് കാണാം. അതായത് നമ്മൾ ശ്രമിച്ചിട്ട് തോറ്റാൽ വീണ്ടും ശ്രമിക്കുക, കിട്ടുന്നത് വരെ പരിശ്രമിക്കുക, ആ അശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറയില്ലേ, അതാണ് പേഴ്സിവറൻസ്. പെർസിസ്റ്റൻസ് സ്ഥിരതയാണ്. എമ്പതി എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പതിക്കാളറെ മുകളിലുള്ള ഫീലിംഗ് ആണ്, ഒരാൾ തോന്നുന്ന അനുകമ്പ. ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് സംരംഭകത്വമാണ്. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാറ്റം വരണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു സംരംഭം ആരംഭിക്കലാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് ആൾക്കാർക്ക് അതൊരു ഗുണം കിട്ടണമെന്നുള്ള ഒരു വലിയ ഫീലിംഗ് കൂടെ ഉണ്ടായിട്ട് നമ്മൾ തുടങ്ങുന്ന ഓൺട്രപ്രണർഷിപ്പാണ്. സോ ഇതൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രീകാന്ത് ബൊല്ല കോൾസ് ഹിസ് പാരൻസ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രണറിയൽ കപ്പിൾസ് ഇൻ ദ വേൾഡ്. ഈ സ്പീച്ച് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ശ്രീകാന്ത് ബൊല്ല തൻ്റെ പാരൻസിനെ വിളിക്കുന്നത് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രണറിയൽ കപ്പിൾസ് എന്നാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ വർ റിയലി റിച്ച്, അവരത്ര റിച്ച് ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ടല്ല. ബട്ട് ബിക്കോസ് ഓഫ് ദ ലവ് ആൻഡ് കെയർ ദേ ഷവർഡ് ഓൺ ഹിം. ലവ്, സ്നേഹം, അതുപോലെ തന്നെ കെയർ, കരുതൽ, ഇതൊക്കെ ദേ ഷവേർഡ് എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു എന്നാണ്. ഇദ്ദേഹത്തിന് മുകളിൽ അവർ പാരൻസ് ചൊരിഞ്ഞ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത്. അതായത് സ്നേഹം കൊണ്ട് റിച്ച് ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഹിസ് ഫാദർ ഹാഡ് റിയലൈസ്ഡ്, ബൊല്ലയുടെ ഫാദറിന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഹി വുഡ് നോട്ട് ഫിറ്റ് ഇൻ ടു ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ ബിക്കോസ് ഹി വാസ് ബ്ലൈൻഡ് ആൻഡ് ഹാഡ് ഷോർട്ട് ലെഗ്സ്. ശ്രീകാന്ത് ബൊല്ല ട്രഡീഷണൽ ഫാമിംഗ്, സാമ്പ്രദായിക പരമ്പരാഗത ഫാമിംഗ് മോഡൽ, കൃഷി രീതിക്ക് അദ്ദേഹത്തിന് പറ്റില്ല, ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് ഫാദർ തിരിച്ചറിഞ്ഞു. എന്താ കാര്യം? ഒന്ന് ബ്ലൈൻഡാണ്, രണ്ട് ഷോർട്ട് ലെഗ്സ്, ചെറിയ കാലുകളായിരുന്നു. സോ എഡ്യൂക്കേഷൻ വാസ് ടു ബി ഹിസ് പാത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴി എഡ്യൂക്കേഷൻ ആയിരിക്കണം. എഡ്യൂക്കേഷനിലൂടെ ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ബട്ട് ഇൻ സ്കൂൾ ഹി ഫേസ്ഡ് മെനി ചാലഞ്ചസ്. എന്നാൽ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എന്താണ്, ഒരു സാധാ സ്കൂളാണ് കൊണ്ടുപോയി ചേർത്തത്. അതായത് എന്താ പറയുക, നോർമലായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന, അതായത് ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് അവിടെ ഒരുപാട് ചാലഞ്ചസ് അദ്ദേഹം നേരിട്ടു. ഹി വാസ് മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. അവസാനത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തി. ആൻഡ് എക്സ്ക്ലൂഡഡ് ഫ്രം സ്കൂൾ ആക്ടിവിറ്റീസ്. എല്ലാ സ്കൂൾ ആക്ടിവിറ്റീസ് ഒന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. ഹി വാസ് ഐസൊലേറ്റഡ്. ശരിക്കും അദ്ദേഹം ഒറ്റപ്പെട്ടു. ഇവൻച്വലി എന്ന് വെച്ചാൽ സബ്സിക്വൻ്റലി, അതല്ലെങ്കിൽ ശേഷം. ഹി വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. വേർ ഹി എക്സെൽഡ് ഇൻ സ്റ്റഡീസ്. പഠനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഉഷാറായി, അടിപൊളിയായി. ആൻഡ് റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചു, ചെസ്സിലും ക്രിക്കറ്റിലും ഒക്കെ കളിച്ചു. ഹി ഈവൻ വർക്ക്ഡ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓൺ വേരിയസ് പ്രോജക്ട്സ് ലൈക്ക് ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ്. ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് പോലെയുള്ള പല പ്രോജക്റ്റുകളിലും ഡോക്ടർ APJ അബ്ദുൽ കലാമും ഒന്നിച്ച് അദ്ദേഹം വർക്ക് ചെയ്തു. He completed 10th grade with over 90% of marks and he wanted to study science at the AP State Board. 10th ക്ലാസ് 90% കൂടുതൽ മാർക്കോട് കൂടിയാണ് അദ്ദേഹം പാസ്സായത്. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ അദ്ദേഹത്തിന് +2 സയൻസ് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായി. But he was told he could only take arts, not science, because of his impairment. ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി, കണ്ണ് കാണാത്തത് കൊണ്ട് സയൻസ് എടുക്കുന്നത് ബുദ്ധിമുട്ടാവും എന്ന് പറയുകയും ആർട്സ് എടുത്താൽ മതി, അതിനെ കഴിയൂ എന്നും അവർ പറയുകയാണ് ഇദ്ദേഹത്തോട്. ദെൻ ഹി സ്യൂഡ് ദ ഗവൺമെൻറ്. സ്യൂഡ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച വേർഡാണ്. സ്യൂഡ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടു ഗവൺമെൻറ്റിനെ.
ആൻഡ് അതായത് അതിനെതിരെ പോയി ആൻഡ് വൺ ദ ലീഗൽ ബാറ്റിൽ, ആ നിയമയുദ്ധം അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഇനിയോ ഹി വർക്ക്ഡ് ഹാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റോ. മെൻറ്റോ എന്ന് പറഞ്ഞാൽ മെൻറ്റോ എന്നാണ് വായിക്കുന്നത് കേട്ടോ, മെൻറ്റർ അല്ല. മെൻറ്റോ എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ, അതായത് ടീച്ചേഴ്സൊക്കെ മെൻറ്റോസാണ്. മെൻറ്റോ എന്ന് പറയാം, മെൻറ്റോ. സോ ഒരു ട്യൂഷൻ ടീച്ചറുടെയോ മറ്റോ സഹായത്തോടു കൂടി ക്ലാസ്സിലൊക്കെ റെക്കോർഡ് ചെയ്തു, എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഹി സ്കോർഡ് 98% ഇൻ ഹിസ് എക്സാംസ്. +2 98% കൂടെയാണ് അദ്ദേഹം പാസ്സായത്, മാർക്കോട് കൂടി. ലേറ്റർ ഹി വാണ്ടഡ് ടു ജോയിൻ എനി IIT ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതെങ്കിലും IIT, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കാൻ ആഗ്രഹിച്ചു. ബട്ട് അഗൈൻ ഹി വാസ് ടോൾഡ് ദാറ്റ് ഹി കുഡ്ന്റ് സിറ്റ് ഫോർ ദി കോമ്പറ്റേറ്റീവ് എക്സാംസ് ബിക്കോസ് ഓഫ് ഹിസ് ബ്ലൈൻഡ്നെസ്. മത്സര പരീക്ഷയിൽ ഇരിക്കാൻ കഴിയില്ല, കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അന്ധത കാരണം എന്ന് പറയപ്പെട്ടു. ഹി ഡിഡ്ന്റ് ഗിവ് അപ്പ്. അവിടെ ഉപേക്ഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും. എന്നിട്ടോ ഹി ജോയിൻഡ് MIT ഇൻ ദ USA. USA MITയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. ബിക്കമിങ് ഇറ്റ്സ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ്. അങ്ങനെ MITയിലെ ആദ്യത്തെ ബ്ലൈൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായി മാറി. ഹി വാസ് നോട്ട് റെഡി ടു കൺഫൈൻ ഹിംസെൽഫ് ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ ഓഫ് അമേരിക്ക. പഠനത്തിനിടയിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങി, അമേരിക്കയിലെ കോർപ്പറേറ്റ് സെക്ടറിലൊന്നും തളച്ചിടപ്പെടാൻ അദ്ദേഹം കൺഫൈൻ എന്ന് പറഞ്ഞിട്ട് തളച്ചിടപ്പെടുക, ലിമിറ്റ് ചെയ്യാന്നാണ്. സോ അവിടെ തളച്ചിടപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന് ശരിക്കും നല്ലൊരു ഭാവിയാണ് അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അല്ലേ, നല്ല പൈസയും നല്ല ജോലിയും റെപ്യൂട്ടേഷനും ഒക്കെ അത് ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇൻസ്റ്റെഡ് ഹി വാണ്ടഡ് ടു റിട്ടേൺ ടു ഇന്ത്യ. ടു കൂടെ ചേർക്കണം കേട്ടോ, ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യണമായിരുന്നു. ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദി ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടി നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയാണ്. താൻ കടന്നു വന്ന വഴികളിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇനിയുള്ള തലമുറക്ക് വരരുത് എന്ന ഒരു ചിന്ത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഹി സെറ്റ് എ ബോലൻ ഇൻഡസ്ട്രീസ് ടുഗദർ വിത്ത് ഹിസ് പാർട്ട്ണർ രവി മന്ത അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്നു. അദ്ദേഹം ഒന്നിച്ചുകൊണ്ട് ഇദ്ദേഹം ബോലൻഡ് ഇൻഡസ്ട്രീസ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. എന്തിനാണ്? ടു റീഇൻറ്റഗ്രേറ്റ് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ ടു സൊസൈറ്റി. റീഇൻറ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനെ പറയാം, റീഇൻക്ലൂഡ്, ഓക്കെ, ടു മേക്ക് കംപ്ലീറ്റ് ഓർ ഹോൾ അഗെയിൻ എന്നൊക്കെയാണ് ഡിക്ഷണറി മീനിങ് വരിക റീഇൻറ്റഗ്രേറ്റിന്, പൂർണ്ണമാക്കുക എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇങ്ങനെ മീനിങ് കൊടുക്കാം, കോണ്ടെക്സ്റ്റൽ മീനിങ് ആയിട്ട് വീണ്ടും സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ. അതായത് ഈ ഡിസേബിൾഡ് ആയ ഇൻഡിവിജ്വൽസ് സമൂഹത്തിൽ നിന്ന് ഒരുപാട് മാറി, അവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടു അല്ലേ, മാർജിനലൈസ്ഡ് ആയിപ്പോയി. സോ അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഈ ഒരു ബോലൻ ഇൻഡസ്ട്രീസ് ആരംഭിച്ചത്. ദേ ഹാവ് സപ്പോർട്ടഡ് ഓവർ 3000 സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. 3000ഓളം വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഉണ്ടായി. സോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന പ്രക്രിയ. അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് മച്ച് മോർ, അങ്ങനെ പലതിലും എന്താണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ദർ കമ്പനി നൗ എംപ്ലോയീസ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. 150ഓളം വരുന്ന ഡിസേബിൾഡ് ആയ ഇൻഡിവിജ്വൽസിന് തൊഴിൽ നൽകുന്നുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓവർ, അത് വർദ്ധിച്ചിട്ടുണ്ട്, $1 million ഇൻ സെയിൽസ് അത് $1 million വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി ശ്രീകാന്ത് കൺക്ലൂഡ്സ് ഹി സ്പീച്ച്. ശ്രീകാന്ത് തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലീവിങ് എന്ന് പറഞ്ഞാൽ നൽകിക്കൊണ്ട്. 3 lessons ടു ദ വേൾഡ്. ലോകത്തിന് 3 പാഠങ്ങൾ നൽകിക്കൊണ്ടാണ്. 1, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. ദയ കാണിക്കുക, ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. മറ്റുള്ളവർക്ക് എന്താണ് ത്രൈവ് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ അവസരം കൊടുക്കുക. ട്രൂ വെൽത്ത് ഡസൻറ്റ് കം ഫ്രം മണി. യഥാർത്ഥ സ്വത്ത് പണത്തിലൂടെയല്ല വരുന്നത്, ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെയാണ്. 2ാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ്. ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും ലോൺലിനെസ്, ഒറ്റപ്പെടലിനെ മാറ്റി നിർത്തുക. ഇതൊക്കെ ഇദ്ദേഹം ശരിക്കും അനുഭവിച്ചാണല്ലോ. അദ്ദേഹം പറയാണ് ആസ് ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയാണ് ഒറ്റപ്പെടൽ. 3, വെൻ യു ഡു സംതിങ് ഗുഡ്. നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. നിങ്ങളാണ് ആദ്യം അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ നന്മ ഒരാൾക്ക് ചെയ്താൽ നന്മ നിങ്ങൾക്ക് തന്നെ ആദ്യം കിട്ടും എന്നാണ് പറഞ്ഞത്. സോ സമ്മറി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.